الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാര്, അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തും അടിസ്ഥാനമാക്കി വേണം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും മുമ്പോട്ട് പോകാൻ എന്ന് ആദ്യമായി ഉണർത്തുന്നു, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. കാരുണ്യവാനായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗ്രിഗോറിയൻ കലണ്ടറിലെ മാർച്ച് മാസം നമ്മുടെ നാട്ടിൽ പരീക്ഷകളുടെ മാസമാണ്. നമ്മുടെ സ്കൂളുകളിലെ പ്രൈമറി ക്ലാസുകൾ തൊട്ട് സർവകലാശാലാ തലം വരെയുള്ള വിവിധതരം പരീക്ഷകളുടെ നാളുകളാണ്. കുട്ടികളെ അതിനെ സജ്ജമാക്കാനുള്ള അനേകം പരിശ്രമങ്ങൾ നാട്ടിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരീക്ഷപ്പനിയും പരീക്ഷ പേടിയും മാറ്റാൻ, പരീക്ഷയെ ആർജവത്തോടുകൂടി അഭിമുഖീകരിക്കാൻ, കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനുള്ള കോച്ചിങ് ക്ലാസുകളും ക്യാമ്പുകളും അതുപോലെ പത്രപംക്തികളും പ്രസിദ്ധീകരണങ്ങളും, ഇതിനൊക്കെ പുറമെ ഈ പരീക്ഷാ ബോർഡുകൾ നടത്തുന്ന പരീക്ഷകൾക്ക് പുറമെ PSC പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷകൾ, അതിനുവേണ്ടിയുള്ള കോച്ചിങ് ക്ലാസുകളും പരിശ്രമങ്ങളും, തീർച്ചയായും ഇതൊക്കെ ആവശ്യമാണ്. കൂടുതൽ മെച്ചപ്പെട്ട സാമ്പത്തിക വരുമാനം കിട്ടുന്ന ഉദ്യോഗങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രാപ്തരാക്കുന്ന വ്യത്യസ്ത ലക്ഷ്യങ്ങളോടുകൂടി നടത്തുന്ന അത്തരം പരീക്ഷകളൊക്കെ ആവശ്യമാണ്. പക്ഷെ അതേസമയം
അതിനപ്പുറത്ത് എല്ലാവരും നിർബന്ധമായും എഴുതിയിരിക്കേണ്ട വളരെ വലിയ ഒരു പരീക്ഷയെ സംബന്ധിച്ച ബോധത്തിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ നിരന്തരം ക്ഷണിക്കുന്നുണ്ട്. ആ പരീക്ഷ എല്ലാവരും എഴുതേണ്ട പരീക്ഷയാണ്. നിർബന്ധമായും അഭിമുഖീകരിക്കേണ്ട പരീക്ഷയാണ്. ആ പരീക്ഷ നടത്തുന്നത് അല്ലാഹുവാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. പരീക്ഷകൻ അല്ലാഹുവാണ് എന്നർത്ഥം. സമയം വളരെ പരിമിതമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വളരെ ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പരീക്ഷ. സാധാരണ പരീക്ഷകളിൽ 2 മണിക്കൂർ കഴിഞ്ഞ് പേപ്പർ തിരികെ വാങ്ങും എന്ന് മുൻകൂറായി നമുക്കറിയും. പക്ഷെ ഈ പരീക്ഷ എപ്പോഴാണ് അവസാനിക്കുക, പരീക്ഷാർത്ഥിയെ മടക്കി വിളിക്കുന്നത് എപ്പോൾ എന്ന് മുൻകൂർ അറിയിച്ചിട്ടില്ല തമ്പുരാനായ അല്ലാഹു. ഏത് സമയവും മടക്കി വിളിക്കാം. വളരെ യൗവനത്തിൽ 28 27 വയസ്സുള്ള സന്ദർഭത്തിൽ ഒരുപക്ഷെ പരീക്ഷാർത്ഥിയായ മനുഷ്യനെ റബ്ബ് തിരിച്ചു വിളിച്ചു എന്ന് വരാം. കുറെ കൂടി സമയം നീട്ടി നൽകിക്കൊണ്ട് വാർദ്ധക്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിപ്പിച്ചുകൊണ്ട് 80 90 വർഷം വരെ ഒരാൾക്ക് പരീക്ഷയ്ക്കുള്ള ഈ സമയം അല്ലാഹു ദീർഘിപ്പിച്ചു കൊടുത്തു എന്നും വരാം. ഉമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. എപ്പോഴാണ് തനിക്ക് കിട്ടിയ സമയം അവസാനിക്കുന്നത് എന്ന് പരീക്ഷകനല്ലാതെ പരീക്ഷാർത്ഥി ഒരിക്കലും അറിയുന്നില്ല. ഈ പരീക്ഷയുടെ റിസൾട്ടിനെ സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അന്തിമമായ റിസൾട്ട് അന്ത്യനാളിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരീക്ഷയിൽ വിജയിക്കുന്ന വ്യക്തി, പരീക്ഷയിൽ വിജയിക്കുന്ന സമൂഹം, അവർക്ക് സ്വർഗമാണ് ലഭിക്കുക. ഈ പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥി അതിന്റെ ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും. ഈ പരീക്ഷയെ സംബന്ധിച്ച് അറിയിച്ചിട്ടുള്ള സുപ്രധാനമായ ഒരു കാര്യം ഇതിന് പുനർപരീക്ഷയില്ല എന്നതാണ്. മാർച്ച് മാസത്തിൽ എഴുതിയ പരീക്ഷ, അതിൽ വേണ്ടത്ര മാർക്ക് കിട്ടാതിരുന്നതുകൊണ്ട് ബെറ്റർമെന്റ് നടത്താൻ നമുക്ക് ഭൗതിക ലോകത്ത് അവസരമുണ്ട്. തോറ്റുപോയ ഒരു പരീക്ഷ വീണ്ടും വീണ്ടും പരിശ്രമിച്ചെഴുതാനുള്ള സന്ദർഭം പിന്നീട് ലഭിക്കാം. പക്ഷേ ബെറ്റർമെന്റ് പരീക്ഷയോ സപ്ലിമെന്ററി പരീക്ഷകളോ മറ്റൊരവസരമോ നൽകാതെ പുനർപരീക്ഷയില്ലാത്ത ഒരൊറ്റ അവസരം മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരീക്ഷയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളൂ. ഈ പരീക്ഷ ജീവിതമാകുന്ന പരീക്ഷയാണ്. ജീവിതത്തിൽ നൽകുന്നതെല്ലാം ഈ പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷണാർത്ഥത്തിൽ നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നു. ജീവിതമാകുന്ന ഈ പരീക്ഷയിൽ എങ്ങനെ ജയിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ തോൽക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല മികച്ചവരായ അധ്യാപകന്മാരെ നിയമിക്കുകയുണ്ടായി. ആ അധ്യാപകന്മാരുടെ കൈകളിൽ പഠിക്കേണ്ടുന്ന ടെക്സ്റ്റ് ബുക്കുകളും അല്ലാഹു നൽകുകയുണ്ടായി. ആ ഗുരുനാഥന്മാരാണ് പ്രവാചകന്മാരെന്നും ആ ടെക്സ്റ്റ് ബുക്കുകളാണ് വേദഗ്രന്ഥങ്ങളെന്നും നമുക്കറിയാം. നബിമാർ പഠിപ്പിച്ച ഈ പാഠങ്ങൾ ഒരു ഭാഗത്തും പൈശാചികമായ പ്രലോഭനങ്ങൾ മറുഭാഗത്തും നിന്നുകൊണ്ട് മനുഷ്യനെ പിടിച്ചു വലിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതാണ് മനുഷ്യൻ ഭൂമിയിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് പിശാചാണ് എന്ന് നമുക്കറിയാം. സൃഷ്ടികർത്താവായ വിധാതാവായ തമ്പുരാന്റെ വഴിയിൽ ജീവിക്കാൻ തീരുമാനിച്ചുറച്ച ഒരു വ്യക്തിയുടെ മുമ്പിൽ മാർഗതടസ്സമായി അവനെ ഈ പരീക്ഷയിൽ പരാജയപ്പെടുത്തി നരകത്തിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് ദുർബലനല്ല, ശക്തനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.
അവന് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവനെയും അവന്റെ സംഘങ്ങളെയും നമ്മൾ കാണുന്നില്ല, നമ്മളെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നാഥനോടവൻ ചോദിച്ചു വാങ്ങിയ ഒരു വരമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫ് 14 മുതലുള്ള വചനങ്ങൾ, ഖാല അൻളിർനീ ഇലാ യൗമി യുബ്അസൂൻ ഖാല ഇന്നക മിനൽ മുൻദരീൻ ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവിനോട് പിശാച് ചോദിച്ച വരത്തെക്കുറിച്ച് പറയുന്നു. പടച്ചവനെ, മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാൾ വരെ എനിക്ക് നീ അവസരം തരണം. ഞാൻ നിന്റെ നേരായ പാതയിൽ തക്കം പാർത്തിരിക്കും, നിന്റെ അടിമകളെ വഴിപിഴപ്പിക്കാനായി. നീ എന്നെ വഴിപിഴപ്പിച്ചതുകൊണ്ട് ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നിന്റെ നേർപാതയിൽ ഞാൻ പതിയിരിക്കും. ഞാൻ അവരുടെ മുന്നിലൂടെ പിന്നിലൂടെ, അവരുടെ വലതുഭാഗത്തൂടെ ഇടതുഭാഗത്തുകൂടെ, വലതുപക്ഷമായി ഇടതുപക്ഷമായി ഒക്കെ ഞാൻ അവരെ സമീപിച്ച് വഴിതെറ്റിക്കാൻ ശ്രമിക്കും. നിന്റെ അടിമകളിൽ അധിക പേരും നിന്നോട് നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ കഴിയില്ലെന്ന് ഇബ്ലീസ് നാഥനോട് പറയുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നു. നിന്റെ അടിമകളിൽ ഒരു വിഭാഗത്തെ എന്റെ വിഭാഗമാക്കി ഞാൻ മാറ്റും എന്നാണ് അല്ലാഹുവിനോട് ഇബ്ലീസിന്റെ വാശി. സൂറത്തുൻ നിസാ 118 മുതൽ അല്ലാഹു പറയുന്നു, ലഅനഹുല്ലാഹു വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂള വലഉളില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും. പിശാച് സ്വീകരിക്കുന്ന വഴികളെ സംബന്ധിച്ച് പറയുകയാണ്. അല്ലാഹുവിനെ ശപിച്ചപ്പോൾ അല്ലാഹുവിനോടുള്ള അവന്റെ പ്രതികരണം, നിന്റെ ദാസന്മാരിൽ ഒരു വിഭാഗത്തെ എന്റെ ആളുകളാക്കി ഞാൻ മാറ്റും, അവരെ ഞാൻ വഴിപിഴപ്പിക്കുക മാത്രമല്ല വല ഉമന്നിയന്നഹും, അവർക്ക് ഞാൻ ധാരാളം വ്യാമോഹങ്ങൾ നൽകും. വല ആമുറന്നഹും, ഞാൻ അവരോട് നിന്റെ കൽപ്പനകൾക്ക് വിപരീതമായി കൽപ്പിക്കും. അങ്ങനെ അവരെ വ്യാമോഹങ്ങളിൽ അകപ്പെടുത്തി അവരെ വഴിപിഴപ്പിച്ച് അവർക്ക് തെറ്റായ കൽപ്പനകൾ നൽകി നിന്റെ ഒരു വിഭാഗത്തെ എന്റെ വിഭാഗമാക്കി ഞാൻ മാറ്റും എന്ന് അല്ലാഹുവിനോട് ഇബ്ലീസിന്റെ വാശി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നു. ഒരുപിടി മാർഗങ്ങൾ അവൻ അവലംബിക്കും. പ്രലോഭനങ്ങളുടെ മാർഗം, പരസ്യങ്ങളുടെ മാർഗം. ആദിപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ പ്രലോഭനത്തിന്റെ മാർഗം ഉപയോഗിച്ചു എന്ന് വിശുദ്ധ ഖുർആനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറിപ്പറ്റാനോ ബലപ്രയോഗത്തിലൂടെ അവനെ മാറ്റാനോ ഉള്ള ശക്തിയൊന്നും ഇബ്ലീസിന് നൽകപ്പെട്ടിട്ടില്ലെങ്കിലും ദുർമന്ത്രണങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ മനുഷ്യനെ വഴിതെറ്റിക്കാനുള്ള അവസരം അവന് നൽകിയിട്ടുണ്ട്. ഫവസ്വസ ഇലൈഹി ശൈത്താനു ഖാല യാ ആദം, ആദമിന്റെ സംഭവത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു. ആദമിനോട് പിശാച് പറഞ്ഞു, ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ല, നിത്യതയുടെ ഒരു മരത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, ഒരിക്കലും അവസാനിക്കാത്ത അധികാരത്തെ സംബന്ധിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ താമസിക്കുന്ന ആദമിനെയും ഹവ്വയെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഇബ്ലീസിനെ കാണിച്ചു തരുന്നു. ഒരുപിടി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയും. പറഞ്ഞു വന്നത്, ഭൂമിയിൽ ജീവിതമാകുന്ന പരീക്ഷ എഴുതുകയാണ് എല്ലാ മനുഷ്യരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷ നടത്തുന്നത് അല്ലാഹുവാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷണ വസ്തുക്കളാണ് മനുഷ്യന് നൽകപ്പെട്ട എല്ലാ സംഗതികളും. ആരോഗ്യവും അനാരോഗ്യവും, സൗന്ദര്യവും വൈകല്യവും, അതുപോലെ രോഗങ്ങളും പരീക്ഷണങ്ങളും എല്ലാം ഈ മാർഗത്തിൽ മനുഷ്യന്റെ ഈ പരീക്ഷയുടെ ഭാഗമായി നൽകപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം.
റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ചില മൂല്യങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പഠിച്ചത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി ഫബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة فأولئك هم المهتدون. പരീക്ഷണങ്ങൾ ഒരുപാട് നിലകളിൽ നിങ്ങളെ നേരിടുമ്പോൾ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടത് സബർ കൊണ്ടാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, സാമ്പത്തികമായ നഷ്ടങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ തളർത്തും, പരീക്ഷണത്തിന് വിധേയമാക്കും. ഫബശ്ശിരി സ്വാബിരീൻ, സബർ എന്ന വജ്രായുധം കൊണ്ടാണ് അതിനെ നിങ്ങൾ നേരിടേണ്ടത്. അല്ലാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അല്ലാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ധൈര്യത്തോടും സ്ഥൈര്യത്തോടും കൂടി നിങ്ങൾ ആ പരീക്ഷണങ്ങളെ നേരിടണം. അങ്ങനെ വിശ്വാസികൾ നേരിടുമ്പോൾ അവരുടെ പ്രതികരണം പരീക്ഷകൾ സമാഗതമാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നായിരിക്കും. ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവനിലേക്ക് മടങ്ങുന്നവരാണ്. ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുക, അവർക്കാണ് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാവുക. പോരാഹു ഉലൈകഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർവഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രവാചകന്മാർ പഠിപ്പിച്ച മറ്റൊരായുധം തഖ്വയാണ് എന്ന് നമുക്കറിയാം. വിശ്വാസികളെ, നിങ്ങൾ തഖ്വ എന്ന ആയുധത്തെ മുറുകെ പിടിക്കുക. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, എവിടെയായിരുന്നാലും അല്ലാഹുവിനോടുള്ള സൂക്ഷ്മതയാകുന്ന വികാരത്തെയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. തഖ്വ ഉയർത്തിപ്പിടിക്കണം. നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദ്യമെന്ന് നിങ്ങൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും വേണം. മൂന്നാമത്തെ ആയുധം തവക്കുലാണ് എന്ന് നമുക്കറിയാം. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നാഥനായ അല്ലാഹുവിൽ അർപ്പിക്കുന്ന ഒരു രീതി നിങ്ങൾ ജീവിതത്തിൽ വികസിപ്പിച്ചെടുക്കണം. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരണം സംഭവിക്കാത്ത നാഥനിൽ നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ സംഗതികളും സമർപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ തഖ്വ കൊണ്ട്, ഈ തവക്കുൽ കൊണ്ട്, ഈ സബ്ർ കൊണ്ട്, ഈ ധാർമ്മികമായ ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് വേണം ഈ ജീവിത പരീക്ഷയെ നിങ്ങൾ നേരിടാൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുർആൻ തോറ്റ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്നലകളിൽ ചരിത്രത്തിൽ തോൽവി സംഭവിച്ച കുട്ടികൾ ഒരുപാട് വമ്പന്മാരും കേമന്മാരും കഴിഞ്ഞുപോയി ഈ ഭൂമിയിൽ. ആ ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞുപോയ ആളുകളെ വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. പ്രവാചകന്മാരൊരു ഭാഗത്ത് ഈ ധാർമ്മികമായ ഗുണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വിജയപാത ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ നിഷേധിച്ചും നിരാകരിച്ചും കൊണ്ട് വിപരീത മാർഗങ്ങൾ സ്വീകരിച്ചുപോയ ആളുകൾ, അവർക്ക് സമ്പത്തുണ്ടായിരുന്നു, അവരിൽ അറിവുള്ളവരുണ്ടായിരുന്നു, സ്വാധീനമുള്ളവരുണ്ടായിരുന്നു. ഇതെല്ലാം ഉള്ളവരായിരിക്കെ തന്നെ അവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവർ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായി. അത്തരം തോറ്റുപോയ കുട്ടികളെക്കുറിച്ചും തോറ്റുപോയ നാഗരികതകളെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാബീൽ തോറ്റ ഒരു കുട്ടിയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. സ്വന്തം സഹോദരനെ അസൂയ കൊണ്ട്, അഹന്ത കൊണ്ട് കൊന്നുകളഞ്ഞ, ഭൂമിയിൽ ആദ്യമായി നല്ല ഒരു മനുഷ്യന്റെ ചോരത്തുള്ളികൾ വീഴാനിടയാക്കിയ കാബീലിനെ സംബന്ധിച്ച് കാബീൽ ഈ പരീക്ഷയിൽ തോറ്റുപോയ ഒരു കുട്ടിയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി. ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അവൻ ഏറ്റവും വലിയ നഷ്ടപ്പെട്ടവനായി തീർന്നു. അവസാനം ഫഅസ്ബഹ മിനൻ നാദിമീൻ, നെടും ഖേദത്തിന്റെയും ദുഃഖത്തിന്റെയും ഇരയായി മാറി. ഖാറൂനെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഖാറൂൻ ഒരു തോറ്റ കുട്ടിയായിരുന്നു.
ഒരുപാട് പണം അല്ലാഹു നൽകി. പക്ഷേ ആ സമ്പത്ത് ഏറ്റവും വലിയ ട്രാജഡിയായി മാറി ഖാറൂന് എന്ന് ഖുർആൻ പറയുകയാണ്. എന്റെ മിടുക്കുകൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ് ഈ പണം എന്ന് അഹങ്കരിച്ചിരുന്ന ഖാറൂനെ, ആ ഖാറൂനിന്റെ പണപ്പൊങ്ങച്ചത്തെ, ഖാറൂനിന്റെ മുതലാളിത്തത്തെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അവന്റെ സമ്പാദ്യങ്ങളെയും അവനെയും ഭൂമി വാവിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖാറൂൻ ഒരു തോറ്റുകുട്ടിയായിരുന്നു. ഖാറൂന്റെ സാമ്പത്തികമായ പ്രതാപങ്ങൾ കണ്ടപ്പോൾ സാധാരണക്കാരായ ആ കാലഘട്ടത്തിൽ സമൂഹം പ്രതികരിച്ചിട്ടുണ്ടോ? യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹള്ളിൻ അലീം എന്ന്. അവൻ എത്ര ഭാഗ്യവാനാണ്, എന്തുമാത്രം സമ്പത്താണ് അള്ളാഹു അവന് നൽകിയിട്ടുള്ളത്. അതുപോലുള്ള സൗകര്യങ്ങൾ അള്ളാഹു നമുക്കും നൽകിയിരുന്നെങ്കിൽ എന്ന് സാധാരണക്കാരായ ജനം ഖാറൂനെ കണ്ട് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഖാറൂൻ അവസാനം നശിക്കുകയാണ്. ഖാറൂൻ തോറ്റുപോയ ഒരു കുട്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരികയാണ്. ഫിർഔൻ തോറ്റുപോയ ഒരു കുട്ടിയായിരുന്നു. അധികാരത്തിന്റെ ഈജിപ്ത് മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഫറോവ ചക്രവർത്തി പക്ഷേ തോറ്റുപോയ കുട്ടിയായിരുന്നു. ഫഅഖദഹുല്ലാഹു നഖാലൽ ആഖിറത്തി വൽ ഊല, ഇവിടത്തെയും അവിടത്തെയും ശിക്ഷ നൽകിക്കൊണ്ട് അള്ളാഹുവിനെ പിടികൂടി എന്ന് ഖുർആൻ. അങ്ങനെ നൈലിന്റെ, ചെങ്കടലിന്റെ ആഴങ്ങളിൽ മുങ്ങിമരിക്കാനായിരുന്നു ഫിർഔന്റെ വിധി എന്ന് നമുക്കറിയാം. നമ്രൂദ് തോറ്റുപോയ ഒരു കുട്ടിയായിരുന്നു, മഹാചക്രവർത്തിയായിരുന്നു. പക്ഷേ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടുപോയി. അബൂജഹൽ തോറ്റുപോയ ഒരു കുട്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചു. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല, അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ആ അല്ലാഹുവിന്റെ അടിമയെ തടയാൻ ശ്രമിക്കുന്നവനെ നീ കണ്ടില്ലേ? അവനെ നാം കൈകാര്യം ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അബൂജഹലിനെ സംബന്ധിച്ച്. അബൂജഹൽ ആ സമൂഹത്തിൽ ഒരുപാട് സ്വാധീനമുള്ളവനായിരുന്നു, പ്രമാണിയായിരുന്നു. പക്ഷേ അബൂജഹൽ ചരിത്രത്തിൽ തോറ്റുകുട്ടിയാണ്. അബൂലഹബ് തോറ്റുപോയ ഒരു കുട്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. വിശുദ്ധ ഖുർആൻ അബൂലഹബിനെ സംബന്ധിച്ച് പറയുന്നു, അയാളുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നു. ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു അബൂലഹബ്. പക്ഷെ അബൂലഹബും കുടുംബവും നരകത്തിയിൽ വെന്തിരിയാൻ പോകുന്നു. അവൻ തോറ്റുപോയ കുട്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷകനായ ഈ പരീക്ഷയിൽ തോറ്റുപോയ കുട്ടികളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് ഖുർആൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. തോറ്റുപോയ നാഗരികതകളെക്കുറിച്ച് ഖുർആൻ പറയുന്നു. സമ്പന്നമായ ഒരുപിടി നാഗരികതകൾ, അവർക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഈ പാഠങ്ങൾ മറന്നപ്പോൾ അല്ലാഹു അവരെ ശിക്ഷിക്കുകയുണ്ടായി. ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു, സൂറത്ത് ദുഹാൻ 25 മുതൽ തകർന്നുപോയ നാഗരികതകളുടെ ഒരു ചിത്രം കാണിച്ചു തരികയാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഅൗറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻളിരീൻ. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ, എത്രയെത്ര ആരാമങ്ങൾ, എത്രയെത്ര അരുവികളാണ്, തോട്ടങ്ങളാണ് അവർ ഒഴിവാക്കിപ്പോയത്, ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, എത്രയോ കൃഷിയിടങ്ങൾ, മാന്യമായ വാസസ്ഥലങ്ങൾ, അവരനുഭവിച്ചുകൊണ്ടിരുന്ന സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ എല്ലാം നാം മറ്റൊരു ജനതക്ക് അവകാശമാക്കി കൊടുത്തു. അവസാനം പറയും, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻളിരീൻ, ആകാശമോ ഭൂമിയോ അവരുടെ വേർപാടിൽ കണ്ണീർ പൊഴിച്ചില്ല. ഈ പ്രകൃതിയിൽ ഒരു ഇലയ്ക്ക് പോലും, ഒരു മൺതരിക്ക് പോലും അവരുടെ വേർപാടിൽ ദുഃഖമുണ്ടായില്ല. ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർള്, ആകാശമോ ഭൂമിയോ ആ നാഗരികതകൾ നാമാവശേഷമായതിൽ കരഞ്ഞില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവർക്കൊട്ടും അവസരം നൽകപ്പെട്ടില്ല. അവർ അല്ലാഹുവിന്റെ ശിക്ഷക്ക് വിധേയമായി.
തോൽവിയുടെ ലക്ഷണങ്ങൾ ഒരുപിടി വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് പറഞ്ഞു, ചില ആളുകളുണ്ട് തെല്ലിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു വക്കിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന് വിധേയപ്പെടുന്ന ചില ആളുകൾ. ചില ഭാഗങ്ങളൊക്കെ അല്ലാഹുവിന്റെ കൽപ്പനകൾ പ്രകാരം അവർ ജീവിക്കും. എന്നാൽ ജീവിതത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഒഴിച്ചിടും, അത് മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിച്ചിടും. അങ്ങനെ തെല്ലിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവർക്കെന്തെങ്കിലും ഗുണം ജീവിതത്തിൽ വന്നാലോ അവരതുകൊണ്ട് തൃപ്തിപ്പെടും. അഥവാ എന്തെങ്കിലും ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടാലോ ഇൻഖലബ അലാ വജ്ഹി, അവരല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയും എന്ന് ഖുർആൻ പറയുന്നു. ഖസ്സിറദ് ദുനിയ വൽ ആഖിറ, അവർക്ക് ഇവിടവും നഷ്ടപ്പെട്ടു അവിടവും നഷ്ടപ്പെട്ടു. ഫദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് പെരിയ നഷ്ടം എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ പരീക്ഷയുടെ റിസൾട്ടിന്റെ ഒരു നാളിനെ കുറിച്ച് ഖുർആൻ ഒടുവിലായി നമ്മെ അറിയിക്കുന്നു. അള്ളാഹു നടത്തുന്ന ഈ പരീക്ഷ ജീവിതമാകുന്ന പരീക്ഷണം, ആ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് രണ്ടു തരത്തിലായിരിക്കും മനുഷ്യരുടെ മുഖങ്ങൾ. ഉജൂഹു യൗമഇദിൻ നാഇമത്തുൽ ലിസഈഹാ റാളിയ എന്നൊരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ചിലരുടെ മുഖങ്ങൾ അന്ന് ധന്യമായിരിക്കും, പ്രസന്നമായിരിക്കും. അവർ ചെയ്ത പരിശ്രമങ്ങളിൽ, അവർ ഭൂമിയിൽ നടത്തിയ അധ്വാനങ്ങളിൽ അവർക്ക് സന്തോഷമുണ്ടായിരിക്കും, സംതൃപ്തി ഉണ്ടായിരിക്കും. എന്നാൽ ഉജൂഹു യൗമഇദിൻ മുസ്ഫിറത്തുൻ ളാഹികത്തുൻ മുസ്തബ്ശിറ വഉജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കുന്നതോടൊപ്പം, സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖങ്ങളായിരിക്കുന്നതോടൊപ്പം വേറെ ചില മുഖങ്ങൾ പൊടിപുരണ്ടിരിക്കുന്ന മുഖങ്ങളാണ്. മാത്രമല്ല, ഇരുട്ടുമൂടിയിരിക്കും അവരുടെ മുഖങ്ങളിൽ എന്ന് ഖുർആൻ പറയും. ചില ആളുകളുണ്ട്, റിസൾട്ട് വരുന്ന ദിവസം, അല്ലാഹുവിന്റെ വിധി പ്രഖ്യാപനമുണ്ടാകുന്ന ദിവസം അവർ വിരൽ കടിച്ചു പോകുന്നു, കൈകടിച്ചു പോകുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ 27 മുതലുള്ള വചനങ്ങൾ വല്ലാത്ത ഒരു ചിത്രമാണ്. വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അളല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ. വിരല് കടിച്ചു പോകുന്നു അധർമ്മിയായ മനുഷ്യൻ. നിരാശയോടുകൂടി അവൻ പറഞ്ഞു പോവുകയാണ്, യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല, പ്രവാചകനെ സ്വീകരിച്ചിരുന്നെങ്കിൽ, പ്രവാചകനോടൊപ്പം അദ്ദേഹത്തിന്റെ ആ മാർഗം അവലംബിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന ആളെയാണല്ലോ ഞാൻ ചങ്ങാതിയായി സ്വീകരിച്ചത്, അവൻ എന്നെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ. എനിക്ക് ഈ ഉത്ബോധനം, എനിക്ക് ഈ സന്ദേശം, ഈ ധാർമ്മികതയുടെ വിജയത്തിന്റെ പാഠങ്ങൾ വന്നു കിട്ടിയതിനു ശേഷമാണല്ലോ എന്റെ ഈ ചങ്ങാതി എന്നെ പിഴപ്പിച്ചു കളഞ്ഞത്. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാച് ഏറ്റവും കൊടിയ വഞ്ചകനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നാളെ വരാനിരിക്കുന്ന റിസൾട്ടിന്റെ ദിനത്തെക്കുറിച്ച് പറയുകയാണ്. പരീക്ഷയുടെ ഫലപ്രഖ്യാപനം വരുന്ന ദിവസം കുട്ടികളുടെ ആകാംക്ഷ നമുക്കറിയാം. വിജയികളുടെ ലിസ്റ്റിൽ നോക്കിയിട്ട് നിരാശപ്പെട്ടു നിൽക്കുന്ന, തന്റെ പേര് വിവരം അതിലില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ട് തളർന്നു പോകുന്ന വിദ്യാർത്ഥിയുടെ ഒരു മുഖമുണ്ട്. അതുപോലെ ഫസ്റ്റ് ക്ലാസോടുകൂടി, റാങ്കോടുകൂടി, ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുന്ന വിദ്യാർത്ഥിയുടെ സന്തോഷഭരിതമായ ഒരു മുഖമുണ്ട്. വിശുദ്ധ ഖുർആൻ ഇത് രണ്ടും നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഈ പരീക്ഷയുടെ അന്തിമമായ ഫലം അന്ത്യനാളിൽ പ്രഖ്യാപിക്കപ്പെടുന്ന നാളിൽ ഇത്തരത്തിൽ മനുഷ്യർ രണ്ട് വിഭാഗമായി മാറും എന്നാണ് ഖുർആൻ പറയുന്നത്. അന്ന് അന്ത്യനാളിൽ റിസൾട്ട് വരുന്ന സന്ദർഭത്തിൽ മുഖപ്രസാദമുണ്ടാക്കുന്ന റിസൾട്ട് വരാനുള്ള ശ്രമമായിരിക്കണം സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ നൽകപ്പെടുന്ന എന്തും, എല്ലാ ലബ്ധികളും യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പരീക്ഷ പേപ്പറുകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജാഗ്രതയോടെ, ആ സമയബോധത്തോടെ, നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, പുനർപരീക്ഷയില്ലാത്ത ഒരു പരീക്ഷയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തുന്ന ഈ ജീവിത പരീക്ഷണം എന്ന് പറയുന്നത്. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു മരണത്തെ നിർമ്മിച്ചത്. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു ജീവിതത്തെ നിർമ്മിച്ചത്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു അറിയിക്കുന്നു,
പരീക്ഷാ ഹാളിലിരിക്കുന്ന ഒരു കുട്ടിയും ഉറക്കം തൂങ്ങാറില്ല എന്ന് നമുക്കറിയാം. സമയത്തെക്കുറിച്ച് അശ്രദ്ധനാവുകയില്ല എന്ന് നമുക്കറിയാം. ആകെ ലഭ്യമായിരിക്കുന്ന മിനിറ്റുകളും സെക്കൻഡുകളും കൂട്ടിക്കിഴിച്ചുകൊണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന വാച്ചിൽ സമയം വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ശരിയുത്തരങ്ങൾ എത്രയും വേഗം ഏറ്റവും നല്ല കയ്യക്ഷരത്തിൽ എഴുതി തീർക്കാനായിരിക്കും നല്ല ഒരു വിദ്യാർത്ഥി പരീക്ഷാ ഹാളിൽ നിന്ന് ശ്രമിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിങ്ങളുടെ പരീക്ഷാ ഹാൾ തന്നെയാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ഇത് പരലോകത്തിലേക്കുള്ള നിങ്ങളുടെ കൃഷിയിടമാണ്. ഫലം ലഭിക്കുന്നത്, റിസൾട്ട് വരുന്നത് അന്ത്യനാളിലായിരിക്കും. ആ ബോധത്തോടുകൂടി പരീക്ഷാ ഹാളിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ജാഗ്രതയോടുകൂടി ജീവിതത്തെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പരീക്ഷയെ സംബന്ധിച്ചുള്ള അവബോധമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു നൽകുന്നത്. മറ്റെല്ലാ പരീക്ഷകളും ഉപജീവനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന, അല്ലെങ്കിൽ ഭൗതികമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പരിമിതമായ പരീക്ഷകളാണെന്ന് തിരിച്ചറിയുകയും എല്ലാ പരീക്ഷകൾക്കും മേലെ ഇങ്ങനെയുള്ള ഒരു പരീക്ഷയാണ് ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോകുവാൻ, ഓരോ നിമിഷവും ബോധപൂർവം ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ പരീക്ഷാബോധത്തിലേക്ക് ഉയരുവാൻ, തിരിച്ചറിവിലേക്ക് വളരുവാൻ, അത് ജീവിതത്തിൽ വെളിച്ചമാക്കി മാറ്റുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.